ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ ഇതിപ്പോൾ എത്രയും നമ്മൾ വെച്ചിട്ട് ഏതാണ്ട് ഒരു 5 മാസം അല്ലേ? ഇത് നമ്മൾ ചെയ്തിട്ട് കുറേ സമയമായല്ലോ. നമുക്ക് ഇനി ഇത് ഫുള്ള് ഇതിൻ്റെ കയറൊക്കെ മാറ്റേണ്ട ടൈം കഴിഞ്ഞാൽ ഇത് ഇനി നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ തകരാറെന്നറിയോ? ഈ തൊലീൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം കയറിയിട്ട് ഡാമേജ് ആവുകയാണ് ചെയ്യുക. അതിന് ഇത് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞതാ. അങ്ങനെ കയറി പോകാൻ ലേശം ടൈം കഴിഞ്ഞ് കഴിക്കുക. നമ്മൾ റിമൂവ് ചെയ്യണ്ടേ? ഇത് 100% സക്സസ് ആയത്. അത് ഇന്നാർച്ച് ഗ്രാഫ്റ്റിങ് നമ്മളെ ഇതിൻ്റെ മൊത്തം സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട വാക്സും ഒക്കെ പുറത്ത് പോകുന്നില്ലേ. 100% നമുക്കിത് സക്സസ് ആയതാണ്. ഇനി ഇത് പൊളിച്ച് കൊടുത്തെങ്കിൽ നമ്മൾ തൊലി എന്തായാലും ഇങ്ങോട്ട് തമ്മിൽ ചേരും. ഇത് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വെച്ച വാക്സും ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ, ആ സാധനമാണ് ഇതൊക്കെ ഈ ഒഴിവാക്കുന്നത്. ഈ വെച്ച സാധനമൊക്കെ ഒഴിവാക്കിയെങ്കിൽ നമുക്ക് തൊലി നല്ലോണം തടസ്സമില്ലാതെ തമ്മിൽ ചേരും. ഇപ്പം എല്ലാം റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്യേണ്ടത് അറിയാം? ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ റബ്ബർ കോട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. റബ്ബറിനൊക്കെ ചീക്ക് വരാതെ അടിക്കുന്നത് അത് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇതിന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേൽഭാഗം കണ്ടോ, ഇതൊക്കെ നല്ലോണം തൊലി വന്നിട്ട് നന്നായി കൂടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഈ തൊലി തമ്മിൽ ചേർന്നതാണ് നോക്കേണ്ടത്. ഇതിൻ്റെ തൊലിയും ഇതും കൂടി നന്നായി ചേർന്നിട്ട്. അപ്പോൾ ഇത് വർഷത്തിൽ 2 പ്രാവശ്യം പൂക്കുന്ന മാവാണ്. ഇത് കാറ്റിമോൺ എന്ന് പറഞ്ഞ ഇനോ. ഇത് കുളമ്പ് എന്ന് പറഞ്ഞ, അതായത് ശ്രീലങ്കൻ മാവ്, അതായത് കുറച്ച് വൈകിട്ട് കഴിക്കുന്ന അത്. ഏതാണ്ട് 2 പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏതാണ്ട് 8-10 മാസം വരെ ഇതിൻ്റെ മുകളിൽ മാങ്ങ കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ 2 പ്രാവശ്യം പൂക്കുന്നത് കൊണ്ടാട്ടോ. അത് വർഷത്തിൽ 2 പ്രാവശ്യം പൂക്കുന്നത് കൊണ്ട് ഏതാണ്ട് വർഷം തോറും മാങ്ങ കാണാനുള്ള സാധ്യത ഇതിൻ്റെ ഉള്ളിൽ. ശേഷം പൊക്കിയിട്ടുണ്ട്. ഇതാ ഇവിടേക്ക് നമ്മളത് ഞാൻ കൈ വെച്ച ഈ സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ തൊലി വന്ന് നന്നായി ചേർന്നിട്ടുണ്ട്.